ഹലോ. അങ്ങനെ അധികം വൈകാതെ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കുറച്ച് പ്രോബ്ലംസൊക്കെ വന്നെന്നോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫൊന്ന് താളം തെറ്റി വരുമ്പോൾ എനിക്ക് റീഅലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന 5 കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ 5 കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്കും അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കും നമുക്ക് എപ്പോഴും ഒരു ബേസ് നമുക്ക് സെറ്റ് ചെയ്യാൻ ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് പോകുന്നുണ്ടോ എന്ന് നമുക്കൊരു ചെക്ക് ചെയ്യാനൊരു സംഭവം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് റീഅലൈൻ ചെയ്യാൻ പറ്റും അല്ലേ. പലപ്പോഴും നമ്മൾ വേറെ പല കാര്യങ്ങൾ കൊണ്ടും നമ്മുടെ ലൈഫ് ഒന്നിങ്ങനെ ആടി ഉലയാൻ ചാൻസ് ഉണ്ട്. എൻ്റെ അങ്ങനെ തന്നെയാണ്. അസുഖങ്ങൾ വരാം, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാം, യാത്രകൾ എല്ലാം ഒന്ന് നമ്മുടെ ഒരു ഡിസ്ട്രപ്ഷൻ വരുത്താൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ അങ്ങനെ ഒന്നും ഉണ്ടാവാൻ പാടില്ല, എപ്പോഴും ഞാൻ വിചാരിക്കുന്ന പോലെ നടക്കണം എന്ന് വിചാരിച്ച ലൈഫ് നടക്കില്ല, അതറിയാലോ. അങ്ങനെ വിചാരിക്കുന്നതാണ് ഒരു പെർഫെക്ഷനിസ്റ്റ് ഒരു ആറ്റിറ്റ്യൂഡാണ്. അത് ഭയങ്കര അപകടം കേട്ടോ. ഞാൻ നേരത്തെ പറയാറുണ്ട്, പെർഫെക്ഷനിസ്റ്റ് അച്ചീവ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കരുത്. ഈ ആടി ഒലച്ചിലുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അത് നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യണേ അല്ലേ, അതാണ് ഈ ലൈഫിൻ്റെ ഒരു മുന്നോട്ട് പോക്കിൻ്റെ ഒരു കാര്യം എന്നാണ് ഞാൻ ഇപ്പോഴൊക്കെ മനസ്സിലാക്കണം. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് എനിക്ക് പെർഫെക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല എന്നൊരു ഫീലിംഗ് ആയിരുന്നു. അതാണ് എല്ലാത്തിനും കൊണ്ട് താഴേക്ക് എത്തിക്കുക. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനും ഫ്ലെക്സിബിൾ ആവാനൊക്കെ ഉള്ള നമ്മുടെ മനുഷ്യന്മാരുടെ ആ ഒരു കഴിവില്ലേ, അത് വരുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ഒരു മെച്യൂറായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും 5 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുതരാം. ആദ്യത്തെ കാര്യം ഡെയിലി സെൽഫ് ഡിസിപ്ലിനാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതിന്നൊക്കെ നമ്മൾ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മളെപ്പോഴും ഈ തിരിച്ചു വരാൻ ഒന്ന് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ട കാര്യങ്ങളാണ്. സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളോടുള്ള റെസ്പെക്റ്റാണ്. ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും സെൽഫ് റെസ്പെക്റ്റാണ്. നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, ഈ ആറ്റോമിക് ഹാബിറ്റ്സിൽ പറയുന്ന മാതിരി ആ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യും ലോങ് റണ്ണിൽ. അപ്പോൾ അതുകൊണ്ട് ഈ ചെറിയ കാര്യങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് റെഡിയാക്കാൻ നോക്കണം. ഇടയ്ക്ക് ഒന്ന് പാളിപ്പോയാലും നമ്മൾ വീണ്ടും ലൈഫ് ഒന്നുകൂടെ റീസെറ്റ് ചെയ്യണമല്ലോ എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ തിരിച്ച് കൊണ്ടുവരേണ്ട ഫസ്റ്റ് ഒരു കാര്യമാണ് ഈ ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള നമുക്ക് ചെയ്യണമെന്ന വിചാരമുള്ള ഭയങ്കര ആഗ്രഹമുള്ള കുറച്ച് കാര്യങ്ങൾ. അതിൽ ഞാൻ ഇത് പറയുമ്പോൾ ഒരു കാര്യം എടുത്തു പറയാം. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഒരു നോർത്ത് ഇന്ത്യക്കാർ എവിടെയാണ് സ്ഥലം എന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരു കുട്ടി ഉണ്ടായിരുന്നു. കുട്ടി മ്യൂസിക് ആയിരുന്നു സ്പെഷ്യലൈസേഷൻ, എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഇതിൽ പല ട്രേഡ്സിൽ നിന്ന് വരുന്ന ആൾക്കാരും ഉണ്ടാവും. അവർക്കൊക്കെ റിസർച്ച് ചെയ്യാൻ പറ്റുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടി എപ്പോഴും പറയുമായിരുന്നു, എനിക്കിങ്ങനെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആൾക്കാരെ താല്പര്യമില്ല, ഡിസിപ്ലിൻഡ് ആവാൻ താല്പര്യമില്ല, എനിക്ക് എപ്പോഴും ഇഷ്ടം എന്താ ഇഷ്ടം അങ്ങനെ ജീവിക്കണം. അപ്പം ഞാൻ വിചാരിച്ചത് ശരി കേട്ടോ, ഇതിനെ എപ്പോഴും ഇത് ഇന്ന സമയത്ത് എണീക്കണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാൽ എന്ത് ബോറിംഗ് ആയിരിക്കും ലൈഫിൽ നിന്ന്. പക്ഷേ അപ്പം അന്ന് ഞാനും അങ്ങനെ ചിന്തിച്ചിരുന്നേ പറയണേ. പക്ഷേ പിന്നെ ഞാൻ അന്ന് പിന്നെ അധികം ചിന്തയൊന്നുമില്ല. ഈ കുട്ടി പറഞ്ഞപ്പോഴാണ് അത് ശരിയാണല്ലോ എന്ന് ആലോചിക്കണേ, അല്ലാതെ വലിയ ചിന്തകളൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ഇപ്പം ഞാൻ ആലോചിക്കുമ്പം ആ കുട്ടി മനസ്സിലാക്കാത്ത, അല്ലെങ്കിൽ അന്ന് ഞാനും മനസ്സിലാക്കാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതം ഉണ്ടല്ലോ, നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം, പക്ഷേ ഡിഫിക്കൽട്ടായിരിക്കും. അങ്ങനെ നമ്മൾ ഒരു ഡിസിപ്ലിൻ ഇല്ലാതെ പോയാൽ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. നമ്മൾ വിചാരിക്കും അത് ഭയങ്കര എളുപ്പം, നല്ല രസമായിരിക്കും, ഫണ്ണായിരിക്കും, കുറച്ച് കാലം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു കൺട്രോൾ ഉള്ളപ്പോഴാണ് നമുക്കൊരു സുഖം. എന്ന് വെച്ചാൽ ഭയങ്കര കൺട്രോൾ ഫ്രീക്ക് ആവുകയല്ല, പക്ഷെ എന്നാലും ഏകദേശം ഏത് ലൈനിൽ പോകണം കാര്യങ്ങൾ എന്നുള്ളൊരു ഐഡിയ നമുക്ക് വേണം. അപ്പോൾ അതിൽ ചില കോംപ്രമൈസ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് വെച്ചാൽ തെറ്റിപ്പോയാലും നമ്മൾ നേരെ എപ്പോഴും പിടിച്ചു വലിച്ചുകൊണ്ട് നേരെ ആക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അങ്ങനത്തെ ഒന്നാണ്. ഇപ്പം ഒന്നില്ലെങ്കിൽ ചില ആൾക്കാർ രാവിലെ വേക്കപ്പ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നൈറ്റിലിരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവർക്ക് ഇപ്പോൾ രാവിലെ വേക്കപ്പ് ചെയ്യണം എന്ന്, രാവിലെ എണീക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ അത് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വീക്ക് ഡേയ്സിലൊക്കെ ചെയ്യും. പക്ഷേ വീക്കെൻഡ് വീണ്ടും എല്ലാം കൂടെ 10 മണിയൊക്കെ ഉണർന്നാൽ നമുക്ക് ആ ഒരു ഡിസിപ്ലിൻ കിട്ടില്ല. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഒരേ സമയത്ത് എണീക്കുക. അതിപ്പോൾ 6 മണിയാണെങ്കിൽ 6 മണി, 7 മണിയാണെങ്കിൽ 7 മണി. പക്ഷേ വീക്കെൻഡ്സിലും അതുപോലെ തന്നെ. അപ്പോൾ അങ്ങനെ ആ ഡിസിപ്ലിൻ നമ്മൾ പതിയെ ബിൽഡ് ചെയ്യണം. അതുപോലെ നമുക്ക് മോട്ടിവേഷൻ തീരെ കുറവാണെങ്കിലും നമ്മൾ ചെയ്യേണ്ട ടാസ്കുകൾ ചെയ്ത് തീർക്കണം. അത് നമ്മൾ മോട്ടിവേഷനെ ഡിപ്പെൻഡ് ചെയ്താൽ വർക്ക് ചെയ്യില്ല എന്നുള്ള കാര്യം അത് ഉറച്ച് വിശ്വസിക്കണം. നമുക്ക് എന്തൊരു മൂഡില്ല, ഒരു മോട്ടിവേഷൻ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കണം, അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോട്ടിവേഷൻ അല്ല എനിക്കിത് ചെയ്യാൻ വേണ്ടത്, ഡിസിപ്ലിനാണ്. അപ്പോൾ ഞാൻ ഇരുന്നങ്ങ് ചെയ്യുക, കുറച്ചേരം ഇരുന്ന് ചെയ്താൽ ആ ഫ്ലോയിക്കാൻ വരും. പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ, നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു മൂഡ് ഓഫ് ആയ സമയത്ത് നമ്മൾ ആദ്യം പോവുക എന്തെങ്കിലുമായിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും അല്ലേ. എനിക്കൊക്കെ അങ്ങനെയാണ്. ഫുൾ താളം തെറ്റിക്കഴിഞ്ഞാൽ
അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള ബോധം വരുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക സോഷ്യൽ മീഡിയ. വെറുതെ എന്തെങ്കിലും നോക്കുക. അതിലിപ്പോൾ സേവ് ചെയ്ത് വെക്കുന്നുണ്ടാവും കുറേ. ആരും ഒരു കാലത്തും എടുത്ത് നോക്കാത്ത കുറേ ലാർജ് സേവ്ഡ് ലിസ്റ്റ് കാണും അല്ലേ, ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിൽ വാച്ച് ലൈറ്ററിലൊക്കെ കിടക്കണേ. അങ്ങനെ അവിടെ കയറ്റി കിടക്കും. അല്ലാതെ ഒരു ഉപകാരത്തിലെത്തുന്ന ഒരു സംഭവം ആ സമയത്ത് നടക്കുക. അപ്പം അങ്ങനെ അങ്ങ് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവണം, നമ്മുടെ ജീവിതം താളം തെറ്റിക്കൊണ്ടിരിക്കുക, പിടിച്ച് തിരിച്ച് കയറിട്ട് വലിച്ച് തിരിച്ച് കൊണ്ടുവരണമെന്ന്. അതുപോലെ ഞാൻ വിചാരിക്കണേ, നമ്മളോട് ഇപ്പം നമ്മൾ രാവിലെ തന്നെ ഡേ പ്ലാൻ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു ദിവസം പ്ലാൻ ചെയ്യണം. അതുപോലെ ഒരു വീക്കിൽ ചെയ്യണതും അന്ന് ആ മൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചാൽ നമുക്ക് ആ വീക്ക് എങ്ങനെ പോകുന്നു എന്നുള്ളതും ഓരോ ദിവസം എന്ത് അച്ചീവ് ചെയ്യണം എന്നുള്ളതും ആ ഒരു ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഇൻഫ്ലുവൻസസ് പുറമേ നിന്നുള്ള ഇൻഫ്ലുവൻസിൽ ആടി ഒളിഞ്ഞ് നമ്മുടെ വീക്സ് നഷ്ടമാവും. അങ്ങനെ മെല്ലെ മെല്ലെ മന്ത്സ് നഷ്ടമാവും, അങ്ങനെ ഇയേഴ്സ് നഷ്ടമാവും. അപ്പോൾ ഈ ഒരു കാര്യം ഡിസിപ്ലിൻ നമ്മൾ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക. എപ്പോഴൊക്കെ അത് ഇങ്ങനെ പോകണു അപ്പോഴൊക്കെ അത് തിരിച്ച് റീസെറ്റ് ചെയ്ത് വരേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് കാര്യമുള്ളത് ഒരു കൃത്യ എമൗണ്ട് ഓഫ് മണി എല്ലാ മാസവും സേവ് ചെയ്യുക. ഇപ്പോൾ പല ആൾക്കാർക്കും പല കാര്യങ്ങളായിരിക്കും. ഇപ്പം ഞാനിപ്പോൾ ഈ രാവിലെ എണീക്കണ കാര്യം പറഞ്ഞാൽ അതൊരു എക്സാമ്പിൾ മാത്രമാണ്. നമുക്ക് കൃത്യമായി ഇങ്ങനെ ചെയ്താൽ നമ്മൾ ഒരു ഡേ നന്നാവും, ഒരു ഡേ നന്നായാൽ ഒരു വീക്ക് നന്നാവും. അങ്ങനെ നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ചിലർക്ക് ജിമ്മിൽ പോകണമായിരിക്കും, മോട്ടിവേഷൻ ഇല്ലെങ്കിലും ജിമ്മ് വരെ ഒന്ന് പോകാൻ മുഖം കാണിച്ച് തിരിച്ചു തരിക എന്നുള്ള ബേസിക് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ സെൽഫ് റെസ്പെക്റ്റ് ആണതല്ലേ, നമ്മൾക്ക് കൊടുക്കണ വാക്ക് പാലിക്കുന്നതാണ്. അപ്പം അത് നമ്മൾ ചെയ്യാൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മൾ വഴിതെറ്റി പോയാലും നമുക്ക് തിരിച്ച് നമ്മുടെ ഐഡിയ അല്ലെങ്കിൽ നമ്മുടെ ഒറിജിനൽ പ്ലാനിലേക്ക് തിരിച്ചു വരാൻ പറ്റും. ഇതിലെ കോമൺ ഇഷ്യൂ എന്താ പ്രശ്നം എന്നറിയോ, നമ്മളെപ്പോഴും ഇത് മോട്ടിവേഷന് റിലൈ ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നന്നായി പോണ സമയത്ത്, ജീവിതം നന്നാവുന്ന സമയത്തും ഹെൽത്ത് നന്നായ സമയത്തും ഇതൊക്കെ ഫോളോ ചെയ്യാൻ എളുപ്പമാണ്. ഇത് എവിടെയെങ്കിലും താളം തെറ്റുമ്പം പിന്നെ നമ്മൾ ഭയങ്കര ഇൻകൺസിസ്റ്റൻ്റായി, പിന്നെ നമ്മൾ ബാക്കിയെല്ലാം റെഡിയാണെങ്കിൽ കൂടെ ഈ ഒരു ഇൻകൺസിസ്റ്റൻറ്റ് രീതിയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പോൾ ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഇറ്റ് എന്നുള്ള ആ ഫീലിങ്ങില്ലേ, അങ്ങനെ നമ്മളോട് പറയാൻ ശ്രമിക്കുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കണം, ഇതൊരു ഫീലിങ്ങിൻ്റെ കാര്യമല്ല, മോട്ടിവേഷൻ ഒന്നും എല്ലാവർക്കും കിട്ടില്ല, ഡിസിപ്ലിൻ തന്നെയാണ് കാര്യം എന്നുള്ളത് നമ്മൾ റീഇൻസ്റ്റേറ്റ് ചെയ്യണം നമ്മുടെ ബ്രെയിനിൽ ആ ട്രൂത്ത്. പിന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ ആൾക്കാർക്ക് പ്രശ്നം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെർഫെക്ഷനിസം അല്ലേ, ഒരു ദിവസം രാവിലെ എണീക്കുന്നത് ഇത്തിരി മാറിപ്പോയെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം പോക്കാം. ഞാനൊക്കെ അങ്ങനെയാണ്. ആ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടെന്ന് അറിയോ, പിന്നെ ആദ്യത്തെ ഒരു കുറച്ച് മണിക്കൂർ പോയേ പിന്നെ ദിവസമേ പോക്കാന്നുള്ളൊരു ഇതിലാണ്. അങ്ങനെ പോയാൽ എത്ര എല്ലാ ദിവസവും പോകും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങേ മിസ്സായ ദിവസം കളയാൻ പറ്റില്ല. അപ്പോൾ ഓൾ ഓർ നത്തിങ് ആറ്റിറ്റ്യൂഡ് അല്ലാണ്ട് ഇപ്പം മുതൽ ഈ നിമിഷം മുതൽ എന്നുള്ള അത് ഫോളോ ചെയ്യണം. പിന്നെ ചിലവരുടെ പ്രശ്നം വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഹാബിറ്റ്സ് എല്ലാം കൂടെ ഒറ്റ സമയത്ത് അങ്ങോട്ട് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കും. അന്ന് രാവിലെ എണീക്കുക, ജിമ്മിൽ പോവുക, എക്സസൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഓടാൻ പോവുക, മെഡിറ്റേഷൻ ചെയ്യുക, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഒരുമിച്ച് സ്റ്റാക്ക് ചെയ്യുമ്പോൾ നമ്മളത് ബേൺ ഔട്ടായി പോകും. അത് അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം നമ്മൾ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള 1-2 തുടങ്ങുക. പിന്നെ മെല്ലെ മെല്ലെ ഹാബിറ്റ് സ്റ്റാക്ക് ചെയ്യാം. ഹാബിറ്റ് സ്റ്റാക്കിങ് എന്താ സംഭവം അറിയോ, നമ്മളിപ്പോൾ രാവിലെ എണീറ്റ് പല്ല് തേച്ച് കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ ഇന്നൊരു കാര്യം ചെയ്യുമ്പോൾ പല്ല് തേക്കുന്നൊരു ഹാബിറ്റ് ഓൾറെഡി ഫോം ചെയ്തിട്ടുണ്ടാവും. ചെറുപ്പം മുതൽ പല്ല് തേക്കാറില്ലേ ഉണ്ടെങ്കിൽ, അപ്പോൾ പല്ല് തേച്ച് കഴിഞ്ഞ ഉടനെ അതിന് മുകളിൽ പല്ല് തേച്ച് കഴിഞ്ഞ ഉടനെ ഇന്നൊരു ഹാബിറ്റ് എന്ന് പറയുമ്പോൾ ആ ഹാബിറ്റ് ഇതിലൂടെ ഒരു ലിങ്ക്ഡ് ആവും, ഒരു കണക്ഷൻ വരും. അപ്പോൾ നമ്മൾ ഇത് പല്ല് എന്തായാലും തേക്കുന്നുണ്ട്, അടുത്ത ഹാബിറ്റ് എന്തായാലും നമ്മൾ ചെയ്യും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഹാബിറ്റ് സ്റ്റാക്കിങ് ചെയ്യാം. പക്ഷെ എന്നാൽ കുറേ ഹാബിറ്റ്സ് ഒരുമിച്ച് അങ്ങോട്ട് റെഡിയാക്കണം, പെട്ടെന്ന് അങ്ങോട്ട് റെഡിയാക്കണം എന്ന് വിചാരിച്ചാൽ അതും പ്രശ്നം ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ നോ പറയാനുള്ള ആ ബൗണ്ടറി സെറ്റ് ചെയ്യുന്ന കാര്യമാണ് ഇതിൽ ഉലച്ചിൽ വരാവുന്ന വേറൊരു കാര്യം. എന്ന് വെച്ചാൽ നമ്മളെല്ലാത്തിനും യെസ് പറഞ്ഞാൽ നമുക്ക് ഡിസിപ്ലിനൊരു എനർജി ഉണ്ടാവില്ല. അപ്പോൾ ഈ യെസ് പറയുക എന്നതിൻ്റെ അർത്ഥം നമ്മൾ വേറെ ചില കാര്യങ്ങൾക്ക് നോ പറയുക എന്ന് ഒന്നുകൂടിയാണ് കേട്ടോ. ഇപ്പോൾ ഒരാൾ വിളിക്കുക നമ്മളെ, നമുക്ക് താല്പര്യമില്ല, പക്ഷെ എന്നാലും നമ്മൾ ഓക്കെ വിളിച്ചാൽ നമ്മൾ പോകണം, അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ യെസ് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് വേണ്ട പ്രയോറിറ്റിയോട് നമ്മൾ നോ പറയാമെന്നാണ്. നമ്മൾ എല്ലാ യെസ്സിൻ്റെ ഒപ്പം ഒരു നോ കൂടെ പറയുന്നുണ്ടെന്ന് നമുക്ക് ഓർമ്മ വേണം. മിക്കവാറും ആ നോ നമ്മളോട് ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മളെ വളരെ ലോ പ്രയോറിറ്റി ആയിട്ട് വെക്കാണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ കൺസിസ്റ്റൻസിയാണ് കാര്യം, എത്രത്തോളം നമ്മൾ ചെയ്യുന്നുണ്ടെന്നല്ല. അതാണ് ഒരു കീ ലെസൺ നമ്മൾ ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ നമ്മൾ പഠിക്കേണ്ടത്. അപ്പം ഞാൻ 5 കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞില്ല. അതിൽ രണ്ടാമത്തെ കാര്യം ഒരു ഇൻറ്റൻഷനോട് കൂടി ലേൺ ചെയ്യാം.
എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു ഇൻറ്റൻഷനോടുകൂടി ലേൺ ചെയ്യുക. അപ്പോൾ അതിപ്പോൾ നമുക്ക് വായിക്കുന്നതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ലിസൺ ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നതാവാം. നമ്മുടെ എന്തെങ്കിലും ഒരു സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യം എല്ലാ ദിവസവും ഇൻറ്റൻഷനലി ചെയ്യാം. അതിപ്പോൾ ഒരു 15-20 മിനിറ്റ് എല്ലാ ദിവസവും ചെയ്താൽ മതി. ഇപ്പോൾ ഒരു 10-20 പേജ് എല്ലാ ദിവസവും വായിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കിപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാം. അല്ലെങ്കിൽ ഫിനാൻസ് പഠിക്കുന്ന ആൾക്കാരുണ്ട്, എങ്ങനെയാണ് ഫിനാൻസ് ഡീൽ ചെയ്യേണ്ടത്, അതിനൊക്കെ കോഴ്സുകൾ ഇപ്പോൾ ഉണ്ട്, ഓൺലൈൻ കോഴ്സ് ഉണ്ട്. പിന്നെ ഹെൽത്ത് അല്ലെങ്കിൽ ടെക്ക് പഠിക്കാം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യാം അല്ലേ. അല്ലെങ്കിൽ നമുക്ക് ഈ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള പോഡ്കാസ്റ്റ് നോക്കാം. ഈ പോഡ്കാസ്റ്റിന് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ ആൾക്കാർ നല്ല പോഡ്കാസ്റ്റാന്ന് പറയുന്ന പോഡ്കാസ്റ്റ് കുറച്ച് കഴിയുമ്പോൾ കുറേ ഗ്യാസായി മാറുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോഡ്കാസ്റ്റൊക്കെ പണ്ട് കേൾക്കുമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് ഒന്നാമത് അതിൻ്റെ അതിന് ആ ഫാക്ട്ഫുൾനെസ് എത്ര മാത്രം ശരിയാണ്, ട്രൂ ആണ് എന്നുള്ളത് ഓരോന്ന് കേൾക്കുമ്പോഴും നമുക്ക് ചെക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പം അത്രയും റിലയബിൾ ആയിട്ടുള്ള ആൾക്കാരെ ഫോളോ ചെയ്യാം. പിന്നെ വെറുതെ ഈ എന്താ പറയുക, നമ്മൾ വെറുതെ ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി കുറേ കേട്ടുകൊണ്ടിരിക്കുക, അങ്ങനെയല്ല. നമ്മൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്ന സ്കിൽസ് ലേൺ ചെയ്യാം. അപ്പോൾ സ്കിൽസ് ലേൺ ചെയ്യേണ്ട കാര്യം ഞാൻ പറയുന്നത്, ഇതിലിപ്പോൾ മോട്ടിവേഷൻ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ശരിക്കും കോഴ്സ് എടുക്കുക, എന്തെങ്കിലും ഒരു സ്കില്ല് പഠിക്കുക. ഇപ്പോൾ ഏതെങ്കിലും ഭാഷയാവാം, അപ്പോൾ ഇംഗ്ലീഷിനാവണമെന്നില്ല, ജർമ്മൻ ആവാം, ചൈനീസ് ആവാം. അതൊക്കെ നമ്മുടെ ഇപ്പോൾ അല്ലെങ്കിൽ ഈ പെൺകുട്ടികൾക്ക് എസ്പെഷ്യലി സോയിങ് പഠിച്ചിട്ടുണ്ടെങ്കിൽ, തയ്യൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എത്രമാത്രം നമുക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുക. ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് അത്. ചെറുപ്പത്തിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ, ഞാൻ പറയണത് ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം ബോധം ഉണ്ടായിരുന്ന സമയമല്ലേ. ആ സമയത്ത് എന്തുകൊണ്ട് ഒരു വീക്കെൻഡിൽ പോയിട്ട് ഞാൻ തയ്യൽ പഠിച്ചില്ല എന്ന് എപ്പോഴും ആലോചിക്കും. അങ്ങനെ അത്ര വലിയ പഠിക്കാനൊന്നും ആ സമയത്തില്ലല്ലോ. സ്കൂൾ വർക്കൊക്കെ കുറവല്ലേ. എന്ത് വെറുതെ TV കണ്ടുകൊണ്ട് ആ സമയം കളഞ്ഞു. ശരിക്കും പിന്നെ പിള്ളേർക്കൊക്കെ തയ്യൽ പഠിക്കാന്ന് വെച്ചാൽ ഭയങ്കര ലൈഫ് സ്കില്ലാട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള സ്ഥലത്ത് പോയിട്ട് നന്നായിട്ട് പഠിക്കാം. അതിൻ്റെ എഫേർട്ടും ടൈമൊക്കെ വേണം. അപ്പോൾ നമുക്കൊരു 6ാം ക്ലാസ് 7ാം ക്ലാസ് തുടങ്ങിയാൽ ഒരു 2 വർഷം കൊണ്ട് എവിടെ എത്തും നമ്മുടെ ഡ്രസ്സുകൾ തയ്പ്പിക്കാം, അല്ലെങ്കിൽ ഈവൻ ഈ ക്രാഫ്റ്റ്സ് ഉണ്ടാക്കണേ, എല്ലാം നല്ല സ്കിൽസ്. അങ്ങനെ എന്തെങ്കിലും ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ പഠിച്ചില്ല എന്ന് വെച്ചിട്ട് നമ്മൾ വിട്ടുകൊടുക്കൊന്നും വേണ്ട. ഇപ്പോഴും കുറേ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് പഠിക്കാൻ. കോഡിങ് പഠിക്കാം. കോഡിങ് ചില ആൾക്കാർക്കൊക്കെ ഭയങ്കര പേടിയാണ്. കോഡിങ് ആക്ച്വലി വളരെ നല്ലൊരു ലൈഫ് സ്കില്ലാണ്. ഞാൻ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയതുകൊണ്ട് എനിക്ക് എൻ്റെ വർക്കിൽ, ഇപ്പോൾ ഞാൻ വീഡിയോ കോണ്ടൻറ്റ് ക്രിയേഷനാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നതെങ്കിലും എല്ലാത്തിലും എനിക്കറിയാവുന്ന എന്തെങ്കിലും ഒരു കാര്യം റിപ്പീറ്റീവായിട്ട് വരുന്നുണ്ടെങ്കിൽ ഞാൻ അതിലൊക്കെ എന്തെങ്കിലും കോഡിങ് സ്കിൽസ് ആഡ് ചെയ്ത് അതൊക്കെ ഈസിയാക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും ഈ കോഡിങ് സ്കിൽസ് ഇല്ലാത്ത മനുഷ്യന്മാർ ഇതൊക്കെ എങ്ങനെയായിരിക്കും ചെയ്യാമെന്ന് ചില ടാസ്കൊക്കെ വരുമ്പോഴേ. അപ്പോൾ ഞാൻ കോഴ്സ് റൺ ചെയ്യുന്നുണ്ടല്ലോ ഇംഗ്ലീഷ്, അപ്പോൾ അതിനൊക്കെ എൻ്റെ കോഡിങ് സ്കിൽസ് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആവാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സ്കില്ല് പഠിക്കാം. ഇതിൽ ഇഷ്യൂസ് എന്താ വരികയെന്നറിയോ ഈ സ്കിൽസ് പഠിക്കുന്നതിൻ്റെ? നമ്മൾ ഈ എസ്പെഷ്യലി നമ്മൾ പോഡ്കാസ്റ്റിൻ്റെ കാര്യം പറഞ്ഞ മാതിരി നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുക കുറേ. ഈ കൺസ്യൂമിങ് വിത്തൗട്ട് അപ്ലൈയിങ് അതൊരു വലിയ പ്രോബ്ലം കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മുടെ വിചാരം നമ്മളെന്തോ അച്ചീവ് ചെയ്യുന്നതാണ്. ആക്ച്വലി ഇല്ല. നമ്മൾ കേൾക്കുന്നു അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്നു, ഇപ്പോൾ വീഡിയോ ആണെങ്കിലും ഓഡിയോ ആണെങ്കിലും, അത് അപ്ലൈ ചെയ്യാൻ നിന്നിട്ടില്ലെങ്കിൽ ഈ കൺസ്യൂം ചെയ്തിട്ട് ഒരു കാര്യമില്ല, സീറോ, ഒരു കാര്യമില്ല. നമുക്ക് വെറുതെ ഒരാളോട് കാണുമ്പോൾ പറയാമെന്നല്ലാണ്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഉപകാരമില്ലാത്ത കാര്യവും. അപ്പോൾ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ എന്തെങ്കിലും കൺസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പ് വരുത്തുക. പിന്നെ ഈ ലേണിങ്ങിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ചിലർക്ക് ഡയറക്ഷൻ ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ റാൻഡം കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുക, അങ്ങനെ കുറച്ച് അത് പഠിക്കുക, കുറച്ച് ഇത് പഠിക്കുക, എന്തെങ്കിലും അങ്ങനെ എന്താ പറയുക, ഒരു എന്തെങ്കിലും ഒരു കാര്യം, ഒരു ഫാഡായിട്ടുള്ള കാര്യങ്ങൾ അതിങ്ങനെ ജസ്റ്റ് ചെയ്യുക. അങ്ങനെ ആവാണ്ട് ഒരു ക്ലിയർ ഗോൾസ് വെച്ച് നിങ്ങൾ പഠിക്കാൻ നോക്കുക. പിന്നെ നമ്മൾ വേറെ ആൾക്കാരെയൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ അവരൊക്കെ എത്ര നന്നായി ചെയ്യുന്നു, ഞാനൊന്നും ചെയ്യുന്നില്ല. അവരൊക്കെ എവിടെയെങ്കിലും സ്റ്റാർട്ട് ചെയ്തവരാണ് അല്ലേ, കുറേ മിസ്റ്റേക്ക് വരുത്തി. അപ്പോൾ ആ കമ്പാരിസൺ അങ്ങോട്ട് ഒഴിവാക്കുക. ഇതിനിടയിൽ പഠിക്കുന്നതിനിടയിൽ കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്ക് ആകെ ഡീമോട്ടിവേറ്റഡ് ആവും. പിന്നെ ഈ എന്തെങ്കിലുമൊക്കെ കോഴ്സ് എടുക്കുന്ന ആൾക്കാരുണ്ട്. അതിൽ എൻ്റെ കോഴ്സൊക്കെ എടുക്കുന്ന ചില മഹാന്മാരുണ്ട്. അവരെന്ത് ചെയ്യുന്നറിയോ, അവർക്ക് ഈ ടൈം മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ നമ്മുടെ പ്രയോറിറ്റീസ് മിസ്അലൈൻഡ് ആണെന്നാണ് അർത്ഥം. ടൈം എല്ലാവർക്കും ഒന്നാണെന്ന് അറിയാമല്ലോ, എല്ലാവർക്കും 24 മണിക്കൂറുള്ളൂ. പക്ഷെ ചിലർ കറക്റ്റായിട്ട് ചെയ്യുന്നു, എത്ര വലിയ പണിയാണെങ്കിലും ചിലർ ചെയ്യാൻ പറ്റില്ല. എൻ്റെ അടുത്ത് പണ്ട് പഠിക്കാൻ വന്നൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ഉണ്ടായിരുന്നു. എൻ്റെ ദൈവമേ, ആൾക്ക് എന്നും വേറെ അർജൻറ്റ് കാര്യങ്ങളാണ്. അപ്പോൾ ആൾ കോഴ്സ് എടുത്ത് ഒരിക്കലും തീരില്ല. അപ്പം ഞാനിങ്ങനെ പറയും, ഇതേ കോഴ്സിൻ്റെ കാലാവധി തീരാറായി, നിങ്ങൾ അല്ല അതെനിക്ക് വേറൊരു ഇമ്പോർട്ടൻ്റ് അത് വന്നു ഇത് വന്നു. എനിക്കറിയാം അയാൾക്ക് സാറ്റർഡേ സൺഡേ ഓഫാണെന്ന്. അപ്പോൾ അയാളുടെ പ്രയോറിറ്റി മാറുമ്പോൾ
ഇങ്ങനത്തെ കാര്യങ്ങൾ സഫർ ചെയ്യും. അപ്പോൾ പ്രയോറിറ്റി സമയമില്ല എന്ന് പറയണ്ട, ദിസ് വാസ് നോട്ട് എ പ്രയോറിറ്റി എന്ന് തന്നെ നിങ്ങൾ പറയാം. നിങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യം നടന്നില്ല, പ്ലാൻ ചെയ്ത് നടന്നില്ലെങ്കിൽ എനിക്ക് ടൈം കിട്ടിയില്ല എന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത്, കള്ളം പറയരുത്. നമ്മുടെ സെൽഫിനോട് കള്ളം പറയാം. ഇറ്റ് വാസ് നോട്ട് എ പ്രയോറിറ്റി ഓൺ മൈ ലിസ്റ്റ് എന്നാണ് നമ്മൾ മനസ്സിൽ പറയേണ്ടത്. അങ്ങനെ ആ സത്യം അങ്ങനെ തന്നെ ഇങ്ങോട്ട് പറയുമ്പോഴുള്ള നമുക്ക് അയ്യോ അതിൻ്റെ പ്രയോറിറ്റി ആയിരുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊരു അയ്യോ ഞാനത് പ്രയോറിറ്റൈസ് ചെയ്യണം എന്നുള്ള ആ ഒരു സത്യം നമുക്ക് വെളിവാകും. ഈ നമ്മൾ വേർഡ്സ് എങ്ങനെ പറയുന്നു, എങ്ങനെ ഒരു കാര്യത്തെ അവതരിപ്പിക്കുന്നു നമ്മുടെ മനസ്സിൽ നമ്മളോട് തന്നെ പറയുന്നു എന്നുള്ളത്, നമ്മളതിനെ എങ്ങനെ വെയ് ചെയ്യുന്നു, അതിൻ്റെ ഗ്രാവിറ്റി എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളത് നമ്മളെ കണ്ണ് ഉറപ്പിച്ച് കാണിച്ചു തരും. ഞാൻ പല സമയത്തും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ ഒരു പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ ആ കുട്ടിയുടെ അയ്യോ എന്തോ പറ്റി എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. പക്ഷേ അതിനെ നമ്മൾ റീവേർഡ് ചെയ്തിട്ട് ആക്റ്റീവ് വോയിസിൽ പറയാം, അയാൾ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്തെന്ന് പറയുമ്പോൾ അയാളുടെ ലൈഫ് ഫോക്കസ്. അപ്പം നമ്മൾ ശരിക്കും അങ്ങനെ അയാൾ തെണ്ടിത്തരം ചെയ്യുന്ന ആൾക്കാരിൽ വേണം ഫോക്കസ് ചെയ്യാൻ, അല്ലേ? അപ്പോൾ ആ റീവേർഡിങ് തന്നെ ഭയങ്കര ഒരു വ്യത്യാസം വരുന്നില്ലേ? അതുമാതിരി തന്നെ നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾക്ക് ഞാൻ പറഞ്ഞ മാതിരി അയ്യോ അതിന് സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ, ഒരാൾ നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് ചെയ്യാൻ പറഞ്ഞു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, നമ്മളത് ചെയ്തില്ല, അപ്പോൾ നമ്മൾ അയാളോട് സമയം കിട്ടിയില്ല എന്ന് പറയുന്നത്, അപ്പം നമുക്ക് എന്തെങ്കിലും അർജൻറ്റായിട്ടൊരു ഹോസ്പിറ്റൽ കേസ് വന്നു, അപ്പോൾ നമ്മുടെ പ്രയോറിറ്റി മാറി. അപ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് പറയാം സോറി ഹോസ്പിറ്റൽ കേസ് വന്നു, അപ്പോൾ അത് മാറ്റി വയ്ക്കേണ്ടി വന്നു എന്ന്. അതിനർത്ഥം പ്രയോറിറ്റി വേറൊരു കാര്യത്തിന് വന്നു എന്ന്. പക്ഷെ നമ്മൾ ഒന്നും ജീവിതത്തിൽ വേറൊന്നും വന്നില്ല, പക്ഷെ നമ്മൾ TV കണ്ടുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ സമയം അങ്ങനെ പോയി, വേറെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു, നമ്മൾ അതിന് പ്രയോറിറ്റി കൊടുത്തില്ല എന്ന് തന്നെയാണ് നമ്മൾ ആക്ച്വലി പറയേണ്ടത്. അങ്ങോട്ട് പറഞ്ഞാൽ ചിലപ്പോൾ ദേഷ്യം പിടിക്കും, പക്ഷെ ഞാൻ പറയേണ്ടത് അറ്റ്ലീസ്റ്റ് സെൽഫിനോട് നമ്മൾ പറയേണ്ടത് ഞാൻ പ്രയോറിറ്റി കൊടുത്തില്ല, അത് ലോ പ്രയോറിറ്റി ആയിരുന്നു എനിക്ക്, അതുകൊണ്ടാണ് നടക്കാതിരുന്നത്. മൂന്നാമത്തെ കാര്യം എൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിലുള്ളതെന്ന് വെച്ചാൽ എൻ്റെ ശരീരത്തിനെ കുറിച്ച് കെയർ ചെയ്യുക. നമ്മളെ കൊണ്ട് നടക്കുന്നത് ഈ ശരീരമാണ്, അല്ലേ? അതിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തില്ലെങ്കിൽ, അല്ലേ, എന്താ പറയുക, ഇതില്ലെങ്കിൽ ഒന്നുമില്ല, പിന്നെ ഞാൻ എന്ത് പറയാനാ, എന്ത് ചെയ്യാനാ, എന്താ ആഗ്രഹങ്ങൾ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ശരീരത്തെ നന്നായിട്ട് കെയർ ചെയ്യണം. അപ്പോൾ ഫിസിക്കൽ മൂവ്മെൻറ്റ് ആൻഡ് ഹെൽത്ത് കെയറിൽ നല്ല ഫോക്കസ് കൊടുക്കുക. ഇതാണ് ഞാൻ ശ്രദ്ധിക്കാനുള്ള വേറൊരു കാര്യം. ചില സമയത്തൊക്കെ നമുക്ക് ഇപ്പം എനിക്ക് പിന്നെ അഡിക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവും. അപ്പം ഞാൻ അതിനെ ജഡ്ജ് ചെയ്യല്ല. ചില ആൾക്കാർക്ക് അത് വന്നുപെടുന്നതായിരിക്കും, പക്ഷെ നമ്മൾ അതിന് വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒരാളാണെങ്കിൽ, അത് നിങ്ങളുടെ ശരീരത്തെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള മെഷേഴ്സ് ഏതെങ്കിലും, ഇപ്പോൾ ഡ്രഗ് അഡിക്ഷനോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അഡിക്ഷൻ സെൻറ്ററിൽ പോവുക, നിങ്ങളായിട്ട് പോവുക, വേറെ ആരെയും ഒന്നും കൂട്ടുപിടിക്കുകയൊന്നും വേണ്ട, പോവുക, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക. ഇപ്പോൾ സിഗരറ്റ് സ്മോക്കിംഗ്, ചില കുട്ടികളൊക്കെ ജസ്റ്റ് കൂട്ടുപോയി, ഒരു ആൾക്ക് കൂട്ടുപോയി തുടങ്ങുന്നതാണ്, പിന്നെ കൂടെ വലിച്ച്, പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊക്കെ ലോങ് ടേമിൽ നമ്മുടെ ബോഡീനെ വല്ലാണ്ട് എഫക്റ്റ് ചെയ്യും. ഇപ്പം എനിക്ക് അല്ലെങ്കിൽ തന്നെ റെസ്പിറേറ്ററി ഇപ്പം എന്തെങ്കിലും ചുമയാണെങ്കിലും ഈ വൈറസുകളും കാര്യങ്ങളൊക്കെ കാരണം നമുക്ക് കഷ്ടപ്പാട് അനുഭവിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ സ്മോക്കിംഗ് കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര പാടല്ലേ. അപ്പം എനിക്ക് വേറെ ആൾക്കാരെ പറഞ്ഞും അത് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല, ആർക്കും പറ്റില്ല. സ്വയം തോന്നണം ഇതെൻ്റെ ബോഡിക്ക് അങ്ങോട്ട് ശരിയല്ല എന്ന്. അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ഞാൻ അഡിക്ഷനൊന്നുമില്ല അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഭാവിയിൽ എനിക്ക് എന്തെങ്കിലും അങ്ങനെ തോന്നിയാൽ തന്നെ ഞാൻ തിരിച്ചു വരേണ്ട എൻ്റെ ബേസിക് 5 കാര്യങ്ങളിലൊന്നാണിത്. ഒരു കാരണവശാലും ഹെൽത്ത് നെഗ്ലക്റ്റ് ചെയ്യരുത്. എന്ന് വെച്ചാൽ ഇപ്പം ചില ആൾക്കാർ ഈ പറയുന്ന കാര്യമുണ്ട് കേട്ടോ, എന്തൊക്കെ ചെയ്താലും ഇപ്പം എൻ്റെ അപ്പൂപ്പൻ ഭയങ്കര വലിയായിരുന്നു, അതായത് 98 വയസ്സ് വരെ ജീവിച്ചു, എൻ്റെ അപ്പുറത്തെ വീട്ടിലാണ് ഒരു വലിയ ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്താ 50 വയസ്സ് മരിച്ചു എന്ന് പറയും. ഇതൊക്കെ ഓരോരോ അനക്ഡോട്ടൽ എക്സാമ്പിൾസാണ്, അതുകൊണ്ടൊന്നും എടുത്തിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഡോക്ടേഴ്സ് പറയില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും വലിച്ചോട് കുഴപ്പമില്ലാന്ന്. ഇത് സ്ഥിരമായി പേഷ്യൻസിനെ കാണുന്ന ഡോക്ടേഴ്സിനോട് നിങ്ങൾ ചോദിച്ചു നോക്കി, വലിക്കുന്നതല്ല വലിയൊരു ഹാം ചെയ്യുന്ന ഒരു റീസൺ ആണ് ബോഡിനെ. അപ്പോൾ ഡോക്ടേഴ്സ് വലിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കും. നിങ്ങൾക്ക് ഇങ്ങനത്തെ നമ്മളോട് പറയുന്ന റീസൺസ് ആണ്. നമുക്ക് സത്യം അറിയാം. ഇങ്ങനത്തെ ഈ ചോദ്യങ്ങളൊക്കെ കണ്ട് തഗ് ലൈഫൊക്കെ അടിക്കാൻ നിന്നാൽ ഹെൽത്തിൻ്റെ വഴിക്ക് പോകും. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് റിയലൈസ് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ എല്ലാ തവണയും നമ്മൾ ഈ ചെക്ക് ചെയ്യണം ഈ കാര്യങ്ങളൊക്കെ. ഇപ്പം ഞാൻ അഡിക്ഷൻ്റെ കാര്യങ്ങൾ കുറച്ച് കൂടുതൽ നെക്സ്റ്റ് ലെവലിലെ കാര്യങ്ങളാണ്. അല്ലാണ്ട് എൻ്റെ വീട്ടിൽ വെറുതെ ഇരുന്ന് നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് പോകുന്ന കാര്യങ്ങളൊക്കെ ഇല്ലേ. ഇപ്പോൾ ഞാൻ പറയണത് ഇതിനെക്കുറിച്ച് ഒബ്സെസ്ഡ് ആണ്. ഇപ്പോൾ ചില അസുഖങ്ങൾ കാരണം നമുക്ക് തടി വരും ഭയങ്കരമായിട്ട്. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് ആർ വി ഡൂയിങ് whatever we can, whatever is in our capacity to take care of ourselves നോക്കുക. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറമുള്ള കാര്യങ്ങൾ നമ്മുടെ കൺട്രോളില്ലാത്ത കാര്യത്തെക്കുറിച്ച് ഒരിക്കലും നമ്മൾ കൺസേൺ ആവരുത്. അത് മെൻ്റൽ ഹെൽത്തിനെ ഡാമേജ് ചെയ്യും. അപ്പം തന്നെ ഫിസിക്കൽ ഹെൽത്ത് വീണ്ടും പോകും. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പം നടന്നിട്ട് തടി കുറയ്ക്കുന്ന ആൾക്കാരുണ്ട്. ജസ്റ്റ് നടക്കുക, എല്ലാ ദിവസവും ഒരു കുറച്ച് നേരം നടക്കുക. അത് ഒരു
ഇന്ത്യയിൽ ഇപ്പോൾ അത് ഭയങ്കര പാടാണ്. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ ആണെങ്കിൽ പിന്നെ നടക്കാൻ സ്ഥലമുണ്ട്, എന്നാലും അങ്ങനെ അങ്ങോട്ട് ഇവിടെയൊക്കെ ജർമ്മനിയിലൊക്കെ ആകുമ്പോൾ എനിക്ക് വളരെ ഒരു സന്തോഷം തരുന്ന കാര്യം അതാണ്. പാർക്കുകളൊക്കെ ഉണ്ട്, നമുക്ക് ഇഷ്ടംപോലെ നടക്കാം. അതിൽ സാധാരണ ആൾക്കാർ, എസ്പെഷ്യലി വയസ്സായ കുറേ ആൾക്കാർ ഇങ്ങനെ നടക്കാൻ പോകുന്ന കാര്യം. അപ്പം ഞാൻ ഈ വിൻ്റർ ആയിരുന്നിട്ട് പോലും ഞാൻ കുറേ നടക്കാനൊക്കെ പോയിട്ടുണ്ട്. ഞാനൊരു 60K ചലഞ്ച് എടുത്തിരുന്നു. എന്നുവെച്ചാൽ ഒരു 10 വീക്സിൽ ഓരോ വീക്കിലും മിനിമം 60K സ്റ്റെപ്സ് നമ്മൾ നടക്കണം. ആ ചലഞ്ച് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം. അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ ചലഞ്ചസൊക്കെ വെച്ചിട്ട് നമ്മളെപ്പോഴും നമ്മൾ ഈ ട്രാക്കിൽ തന്നെയാണല്ലോ, ഇത് എളുപ്പം വിട്ടുപോകാം നമ്മൾക്കിത്. ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഭയങ്കര മോട്ടിവേഷനും ഭയങ്കര ഡിസിപ്ലിനും, ഞാനൊന്നും അങ്ങനെ, എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ടൊന്നുമില്ല. പക്ഷേ ഈ ചെക്സ് വെച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു വരാം അല്ലേ. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്കൂളുകളിൽ എക്സാമൊക്കെ നടത്തുന്നതിനാ ഉഴപ്പുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അതുമാതിരി നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ചെക്ക് ചെയ്യേണ്ട ഒരു 5 കാര്യം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ബോഡി ഇല്ലാണ്ട്, ചുവരില്ലാണ്ട് ചിത്രം വരയ്ക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് വളരെ സത്യമാണ്. ബേസിക്കലി ഒരു 15 മിനിറ്റെങ്കിലും എന്തെങ്കിലും ഒന്ന് എക്സസൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഈ യൂട്യൂബിലൊക്കെ വാക്കിംഗ് എക്സസൈസ് ഒക്കെ കാണാറുണ്ട്. അപ്പം ഞാൻ അതെങ്കിലും ഒന്നുമില്ലെങ്കിൽ, ഇപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര ഐസായിരുന്നു, പുറത്ത് ഇറങ്ങി നടക്കാൻ പറ്റില്ലായിരുന്നു കുറച്ച് കാലത്ത്. ഗവൺമെൻറ് തന്നെ പറയുമായിരുന്നു, ഡോക്ടേഴ്സ് തന്നെ ന്യൂസിലൊക്കെ പറയുന്നത് ആരും പുറത്തിറങ്ങി നടക്കരുത്, പറ്റുമെങ്കിൽ അകത്തിരിക്കുക. കാരണം ഈ ഐസിൽ നടന്നിട്ട് എല്ലാവരും വീണിട്ട് കോമയിൽ എത്തുന്ന സ്റ്റേജിൻ്റെ അടുത്ത് വരെ എത്തുക. കാരണം അത്രയും സിവിയർ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറി വന്നിട്ടേ എല്ല് പൊട്ടുക. അപ്പോൾ അങ്ങനത്തെ കേസിലപ്പോൾ നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് പകരം നമുക്ക് വീട്ടിൽ ഒരു 15 മിനിറ്റ് വർക്കൗട്ട് എന്തെങ്കിലും ചെയ്യാമെന്നോ, ഒരു ഡംബെൽസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, ഞാനത് യൂസ് ചെയ്യാറുണ്ട്. എനിക്കിത് നല്ല ഇൻവെസ്റ്റ്മെൻറ്റായി തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ അതൊക്കെ. ഞാൻ ഇപ്പോഴല്ല കേട്ടോ, ഞാൻ നാട്ടിലുള്ളപ്പോഴേ ഡംബെൽസ് വാങ്ങിച്ചു വയ്ക്കായിരുന്നു. അപ്പം പിന്നെ അത് കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് അതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് നാട്ടിൽ. അവിടെ ചെല്ലുമ്പോൾ അവിടെ ഉപയോഗിക്കും. അപ്പോൾ ഡംബെൽസ് ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ഈ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് വേണം അത് ചെയ്യാൻ, അങ്ങനെ ഒരു ലൈനും ഇപ്പോൾ ചിന്തിക്കാൻ ചാൻസ് ഉണ്ട്. അത് വേണ്ട, ബേസിക് ഒരു 5 കിലോയോ 8 കിലോയുടെ 2 വാങ്ങിച്ച് വയ്ക്കുക. നിങ്ങളുടെ ബോഡി കപ്പാസിറ്റി അനുസരിച്ച് ആദ്യം എവിടെയെങ്കിലും പോയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എത്ര നിങ്ങൾക്ക് വേണ്ടി വരുന്നത്. എന്നിട്ട് അങ്ങനെ ഒരു ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ഞാൻ എപ്പോഴും നോക്കുന്ന കാര്യം, ഞാൻ ആപ്പിൾ വാച്ച് യൂസ് ചെയ്യണം. അപ്പോൾ അവർ നമ്മൾ രാത്രി കെട്ടിക്കഴിഞ്ഞാൽ സ്ലീപ്പ് സ്കോർ തരും രാവിലെ, എത്ര മാത്രം നമ്മൾ ഉറങ്ങിയെന്ന്. ഞാനൊരു അത്യാവശ്യം നല്ല സ്ലീപ്പ് സ്കോർ ഉണ്ടാക്കണം എന്ന് എല്ലാ ദിവസവും രാവിലെ ഞാൻ ചെക്ക് ചെയ്യാറുണ്ട്. ഇല്ലെങ്കിൽ അന്ന് ഞാൻ എന്തെങ്കിലും, ഇപ്പോൾ എനിക്ക് പകൽ കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത ഒരാളാണ്. എനിക്ക് അങ്ങനെ എത്ര കിടന്നാലും ഞാൻ എന്തെങ്കിലും ചിന്തകൾ വരും, എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അത്രയും അസുഖമൊക്കെ ആണെങ്കിൽ ഉറങ്ങിപ്പോകും, അല്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഞാൻ രാത്രി തന്നെ, ഇപ്പോൾ നമ്മൾ തലേദിവസം ഉറക്കം തീരെ കിട്ടിയില്ലെങ്കിൽ, സ്ലീപ്പ് സ്കോർ കുറവാണെങ്കിൽ, ഞാൻ പിറ്റേ ദിവസം കുറച്ച് നേരത്തെ മോൻ്റെ കൂടെ കിടന്ന് ഉറങ്ങാൻ നോക്കും. എന്നിട്ട് കുറച്ച് വൈകി എണീക്കും. സോ ദാറ്റ് അതൊന്ന് കോമ്പൻസേറ്റഡ് ആവാൻ വേണ്ടിയിട്ടേ. സ്ലീപ്പ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഞാനൊക്കെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് റിയലൈസ് ചെയ്യുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു ഒരു ഏജ് കഴിയുമ്പോഴാണ് മിക്കവാറും ആൾക്കാർ റിയലൈസ് ചെയ്യുക. പക്ഷേ ചില ആൾക്കാർ അത്ര കണ്ട് ഉറങ്ങണത് ഒരു മടിയുടെ ലക്ഷണമെന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ ഒന്നും കൂടരുത് കേട്ടോ. അതൊക്കെ ഉറക്കം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏത് ഡോക്ടറോട് വേണമെങ്കിൽ ചോദിച്ചോളൂ, ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ്. ഉറക്കം ഇല്ലാത്ത ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, മാനസികമായ സംഘർഷവും ഫിസിക്കലി നമ്മുടെ സ്ട്രെസ് ഹോർമോൺസൊക്കെ കൂടും. അപ്പോൾ നന്നായി ഉറങ്ങാനുള്ളത് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴതും ചില ആൾക്കാരുണ്ട് പെട്ടെന്ന് അങ്ങോട്ട് കഴിച്ച് തീർക്കും. അതും അത്ര നല്ലൊരു ഹാബിറ്റായിട്ട് എനിക്ക് തോന്നാറില്ല. അപ്പോൾ ഞാൻ ഹെൽത്തിലെ കേസിൽ ഇതൊക്കെ ശ്രദ്ധിക്കുക. കുറച്ച് എക്സസൈസ് എന്തായാലും എല്ലാ ദിവസവും കിട്ടണം. പിന്നെ മിനിമം ഉറക്കം കിട്ടണം. പിന്നെ ഈറ്റിംഗ് ഹാബിറ്റ്സ് ശരിയായിക്കൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ആസ്വദിച്ച് പതുക്കെ കഴിക്കില്ലേ, ആ ഒരു രീതി ഉണ്ടാക്കാൻ ശ്രമിക്കണം. നമ്മൾ വീട്ടിൽ നിന്ന് കിട്ടുന്ന ശീലങ്ങൾ അതൊക്കെ പെട്ടെന്ന് കഴിച്ചു കൂടുക, അല്ലെങ്കിൽ ടിവിയുടെ മുന്നിൽ വെച്ചിട്ട് കഴിക്കുക, അല്ലെങ്കിൽ അങ്ങനെ. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൽ ഫോക്കസ് ചെയ്യാണ്ട്, നല്ല സിനിമയാണെങ്കിൽ ചിലപ്പോൾ 2-3 പ്രാവശ്യം കഴിക്കും. പൊട്ടയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന്, ഇപ്പോൾ കറണ്ട് ഇല്ലെങ്കിൽ പെട്ടെന്ന് കഴിച്ചിട്ട് പോയി ഉറങ്ങാൻ ശ്രമിക്കും. അങ്ങനെ നമ്മുടെ ഫുഡിനോടുള്ള അവയർനെസ് കുറയുന്നതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ കുറച്ച് വയസ്സാകും തോറും സ്ട്രെങ്ത് ട്രെയിനിങ്, അല്ലെ കുറച്ച് വെയിറ്റ് ലിഫ്റ്റിംഗ്, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ബോഡി വെയിറ്റ് വെച്ചിട്ടുള്ള എക്സസൈസ്, പിന്നെ വെള്ളം ആവശ്യത്തിന് കുടിക്കണത്, ഇതൊക്കെ നമ്മൾ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ കുട്ടി ഇടയ്ക്കിടയ്ക്ക് ഒരു കുട്ടി ബോട്ടിലുണ്ട്, ഒരു കുട്ടി ബോട്ടിൽ ആൾക്ക്, അത് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, ഈ കുട്ടി എപ്പോഴും ബോട്ടിൽ കൊണ്ടാണ് നടക്കുന്നത്, ചെറിയൊരു ബോട്ടിലാണ്, പക്ഷേ എപ്പോഴും നടക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഒരു സിപ്പ് എടുക്കുകയും ചെയ്യും. പക്ഷേ കുട്ടിയുടെ സ്കിൻ ഭയങ്കര നല്ലതായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കണം ജെനറ്റിക്സ് ആയിരിക്കാം, പക്ഷേ ഇതൊരു ഫാക്ടറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തന്നെ കുറച്ച് ദിവസം നന്നായിട്ട് വെള്ളം കുടിക്കാൻ തീരുമാനിച്ചിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ സ്കിൻ നല്ല വ്യത്യാസം വരും. അപ്പോൾ അത് പിന്നെ ഫുള്ളി ജങ്ക് അവോയ്ഡ് ചെയ്യാൻ പറയാൻ പറ്റില്ല, നമുക്കൊരു സന്തോഷം അല്ലേ, അതൊക്കെ ഉണ്ടാവും ഇടയ്ക്ക്. പക്ഷേ ജനറലി നമ്മൾ നോക്കണം നമ്മുടെ മീൽസിൽ ആവശ്യത്തിന് പ്രോട്ടീനും ഫൈബറും
വൈറ്റമിൻസും മിനറൽസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ, വെജിറ്റബിൾസൊക്കെ ഉണ്ടോ, ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ടോ, അങ്ങനെ എസ്പെഷ്യലി കുട്ടികളൊക്കെ നമുക്കുണ്ടെങ്കിൽ ഇപ്പം മോനും അങ്ങനെയൊക്കെ എനിക്കൊരു കുട്ടിയുണ്ടല്ലോ, അതായത് നിങ്ങൾക്ക് മക്കളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കണം അവർ കഴിക്കുന്നുണ്ടോയെന്ന്. കാരണം ഈ കുട്ടികൾക്കൊന്നും അറിയില്ലല്ലോ, നമ്മൾ പറഞ്ഞു കൊടുത്താലേ അറിയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് പറയുക, അതൊക്കെ ഫൈബർ കഴിച്ചാൽ എന്താ സംഭവിക്കുക, അങ്ങനെ അവെയർ ആക്കിയിട്ട് അവരെ കൊണ്ടുവരാം. അവർക്ക് ഒരു ബോഡി പോസിറ്റിവിറ്റിയും എന്ന് വെച്ചാൽ ഇതന്നെ ചെയ്യാൻ പാടില്ല അങ്ങനെയല്ല, പക്ഷേ ഇത് ചെയ്താലുള്ള ഗുണം, അപ്പോൾ അവന് ഭാവിയിലുണ്ടാകുന്ന ഗുണം, അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരും ഒരു നല്ലൊരു കോൺസെപ്റ്റിൽ വളർന്നു വരും അല്ലേ. ബാക്കി നമ്മൾ ഇപ്പോഴും ഈ സ്നാക്കിങ്ങും അങ്ങനെയാണെങ്കിൽ അതൊരു പ്രശ്നമാണ്. എന്ന് വെച്ചാൽ തീരെ ആ ബാലൻസ് ഇല്ല, അതൊരു സ്ട്രൈക്ക് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ഇതിലെന്താ പ്രോബ്ലം വരിക എന്ന് വെച്ചാൽ പല ആൾക്കാർ ഇതൊക്കെ തുടങ്ങും, ഗംഭീരമായി തുടങ്ങും, ജിമ്മിൽ പോയി തുടങ്ങും. ഇപ്പോൾ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒന്ന് ഒരു അടങ്ങിയിട്ടുണ്ടാവും ജിമ്മിലെ തിരക്ക്. ന്യൂ ഇയർ ആകുമ്പോഴേക്കും ഇങ്ങോട്ട് ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ആ സ്റ്റാർട്ടിങ്ങിൽ ഒരു ആരംഭശൂരത്വം ഉണ്ടാവും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ നിൽക്കും. അപ്പോൾ നമ്മൾ അൺറിയലിസ്റ്റിക്കായ എക്സ്പെക്റ്റേഷൻസ് വെക്കാണ്ട്, പിന്നെ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും എന്നൊന്നും വിചാരിക്കാണ്ട് കൺസിസ്റ്റൻ്റായി എല്ലാ ദിവസവും ചെയ്യുക. ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മളെത്തുക. എല്ലാ ദിവസവും ഞാൻ ഒരു മിനിമം ഒരു 15 മിനിറ്റ് വർക്കൗട്ട് ചെയ്യും. അങ്ങനെ ഒന്നും ചെയ്തെങ്കിലും 15 മിനിറ്റ് വർക്കൗട്ട് ചെയ്യും. പിന്നെ എൻ്റെ റിസൾട്ട് അതൊക്കെ പിന്നെ നമ്മൾ ഈ പ്രോസസ്സിൽ ഫോക്കസ് ചെയ്യുക, റിസൾട്ട് നമുക്ക് പിന്നെ വന്നോളും. പിന്നെ ഈ എക്സ്ക്യൂസ് കൊടുക്കുന്നത് ടൈമില്ല അതറിയാലോ, പ്രയോറിറ്റി ഇല്ല, എനിക്ക് എൻ്റെ ഹെൽത്ത് പ്രയോറിറ്റി ഇല്ല എന്നാണ് പറയേണ്ടത്. എന്തുകൊണ്ട് ഞാനിന്ന് എക്സസൈസ് ചെയ്തില്ല, ഞാൻ എൻ്റെ ഹെൽത്തിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നില്ല, അങ്ങനെ പറയുമ്പോൾ ഒരു കുറ്റബോധമില്ലേ, അങ്ങനെ തന്നെ പറയണം. കാരണം സത്യമായി പറയുമ്പോൾ നമുക്കതിന് കുറച്ച് ആക്ഷൻ എടുക്കാൻ ശ്രമിക്കാൻ പറ്റും. അതായത് ടൈമില്ല എന്ന് പറഞ്ഞാൽ എന്ത് സുഖമുള്ളൊരു എക്സ്ക്യൂസാണ്, ടൈമില്ല, ആർക്കും ഉണ്ടാവാൻ ചാൻസ് ഇല്ല, ടൈം ആർക്കും ഉണ്ടാവാറില്ല. അങ്ങനെ പ്രയോറിറ്റീസാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കാലം എടുത്തിട്ട് അതിൻ്റെ റിസൾട്ട് വരുന്ന സംഭവമാണ്, പെട്ടെന്ന് എക്സ്പെക്റ്റ് ചെയ്യരുത്. അതുപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ മെൻ്റൽ ഹെൽത്തും ഇമ്പോർട്ടൻ്റ് ആണ്. ഡൂം സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ ഇരിക്കുക, അത് ഹെൽത്തിനെ ബാധിക്കുക. അപ്പോൾ നോക്കുക, നമ്മൾ ഈ ഫോണിൽ തന്നെ നമുക്ക് കാണാമല്ലോ എത്രമാത്രം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഓരോ ആപ്സിൽ. അപ്പോൾ അതൊന്ന് ഇടയ്ക്ക് നോക്കുക, ഓഹോ ഞാൻ ഇങ്ങനെയാണോ സ്പെൻഡ് ചെയ്യുന്നത് ഗോപാല, അങ്ങനെയാണെങ്കിൽ കുറയ്ക്കണമല്ലോ എന്നുള്ള രീതിയിൽ അതിനെ കുറച്ച് കൺട്രോൾ ചെയ്ത് അവെയറായിട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് പൊതുവെ ഇത് എത്ര എഫേർട്ട് ഇടുന്നു എന്നതല്ല കാര്യം, അത് സസ്റ്റൈനബിളായി ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ഞാൻ ഇത് കൺസിസ്റ്റൻ്റായി ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഞാൻ അന്ന് ബുള്ളറ്റ് ജേർണലിൻ്റെ കാര്യം പറഞ്ഞില്ല, ഞാൻ ജേർണൽ എല്ലാ ദിവസവും എഴുതുന്നുണ്ട്, ഇതുവരെ ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ അങ്ങ് നടക്കട്ടെ അല്ലേ. നമുക്ക് കുറേ ജഡ്ജ് ചെയ്യുന്നത്, സെൽഫ് ജഡ്ജ്മെൻറ്റ് കൂടും. അത് മാറ്റിയിട്ട് ഒരു മൈൻഡ്ഫുള്ളായിട്ട് നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ ചിന്തകളും ഒക്കെ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യാം. അതൊരു പേർപ്പസോട് കൂടി വേണം നമ്മൾ തിങ്ക് ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഈ ലൈഫ് ഇങ്ങനെ പോകുമ്പം അതിൻ്റെ ഒപ്പം നമ്മളിങ്ങനെ പോകുന്നത് ഒഴിവാക്കി എന്തൊക്കെയാണ് നടക്കുന്നത്, അതിന് കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു, ഞാൻ എന്ത് ചെയ്താൽ അത് മാറ്റാൻ പറ്റും, ചെറിയ ചെറിയ കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക. എന്നിട്ട് നമ്മളൊരു ഡേ റിവ്യൂ ചെയ്യാം. ഇപ്പോൾ ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളത് ചെയ്യുന്നുണ്ടല്ലോ, ഒരു ഡേയുടെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, അതിനുള്ളിൽ എഴുതി വയ്ക്കുന്നു. ഞാൻ പറഞ്ഞിട്ടില്ലേ, ബുള്ളറ്റ് ജേർണലിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ചാനലിൽ കാണാം, കുറച്ചൊരു 5-6 വീഡിയോ മുമ്പുള്ള വീഡിയോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ജേർണൽ തുടങ്ങുന്നതല്ല, അപ്പോൾ അതിപ്പോൾ ജനുവരി 1 തുടങ്ങണം എന്നൊന്നുമില്ല കേട്ടോ, ഏത് ദിവസം വേണമെങ്കിലും തുടങ്ങാം. തുടങ്ങാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ, നല്ല സംഭവമാണ്. കുറേ പേര് തുടങ്ങിയിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ ടാഗ് ചെയ്തിരുന്നു. ചില സമയത്ത് ഞാൻ വയ്യാത്ത സമയത്തൊക്കെ ഇൻസ്റ്റഗ്രാം എനിക്ക് അധികം നോക്കാൻ പറ്റില്ല, അപ്പോൾ കുറച്ച് പേരുടെ ടാഗ് ചെയ്തൊക്കെ എനിക്ക് മിസ്സായി പോയിട്ടോ, സോറി കേട്ടോ. പക്ഷേ ഇപ്പം ഞാൻ എല്ലാ ദിവസവും ഒരിക്കലെങ്കിലും ആരെങ്കിലും ടാഗ് ചെയ്തിട്ടുണ്ടോ നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ജേർണലിംഗ് ഒക്കെ തുടങ്ങാം, നല്ല കേട്ടോ സംഭവം. അത് ഒരു ചെറിയ ബുക്ക് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടത് നമ്മൾ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത് പോയ കുറച്ച് പൊട്ടത്തരങ്ങളും മിസ്റ്റേക്സും ഒക്കെ നമുക്ക് കാണാൻ പറ്റും, അതിന് പഠിക്കാൻ പറ്റും. അടുത്ത ദിവസത്തേക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഇൻറ്റൻഷനലി നമുക്ക് നെക്സ്റ്റ് ഡേ പ്ലാൻ ചെയ്യാൻ പറ്റും. അത് ചെയ്തോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റും. അത് എന്ത് വർക്ക് ചെയ്തു, എന്ത് വർക്ക് ചെയ്തില്ല, എങ്ങനെ അത് ബെറ്റർ ആക്കാം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ സെൽഫ് റിഫ്ലക്ഷനിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ജേർണലിംഗ് ആണ് ഞാൻ എൻ്റെ മെയിനായിട്ട് സെൽഫ് റിഫ്ലക്ഷനിൽ വരുന്നത് കേട്ടോ. ഇതിലെ കോമൺ ഇഷ്യൂസ് എന്താ വരിക എന്നറിയോ, നമ്മൾ പലപ്പോഴും നമ്മുടെ കാര്യങ്ങളൊക്കെ കുറ്റങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ നമുക്കൊരു കുറച്ചൊരു ബുദ്ധിമുട്ടാവും, അൺകംഫർട്ടബിൾ ഫീലിംഗ് ആവും. പലർക്കും അത് പറ്റില്ല, നമുക്ക് തെറ്റുകൾ അങ്ങോട്ട് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. അത് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ വിചാരിക്കുന്നത്, ചിലർ പറയും പുറത്തുനിന്ന് ആൾക്കാർ പോയിൻ്റ് ഔട്ട് ചെയ്യുമ്പോഴാണ് പ്രശ്നം, ഞാനത് കണ്ടുപിടിച്ചാൽ എനിക്ക് പ്രശ്നമില്ല എന്നൊക്കെ ഞാൻ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അതൊന്നുമില്ല, ആര് പോയിൻ്റ് ഔട്ട് ചെയ്താലും പ്രശ്നമാണ്. അത് സ്വയം പോയിൻ്റ് ഔട്ട് ചെയ്യാൻ നിൽക്കാറുമില്ല. അതൊരു ഗ്രോത്തിനെ ഹിൻഡർ ചെയ്യുന്നൊരു മൈൻഡ് സെറ്റ് കേട്ടോ. നമ്മൾ ചെയ്യുന്ന മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും തെറ്റുകളും എല്ലാം നമ്മൾ തന്നെ റിഫ്ലക്റ്റ് ചെയ്യണം. അത് വേറെ ആളെ കൊണ്ട് റിഫ്ലക്റ്റ് ഇരിക്കാതിരിക്കുക നല്ലത്, നമ്മൾ തന്നെ ചെയ്യാൻ നല്ലത്. അല്ലെങ്കിൽ പിന്നെ ഓവർ തിങ്കിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ്,
ഞാൻ വളരെ മോശമാണ്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എൻ്റെ ചിന്താഗതികൾ ഞാനൊക്കെ ഭയങ്കര അസൂയാണ്, അങ്ങനെ നമ്മൾ അങ്ങനെ നെഗറ്റീവായി ചിന്തിക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ ആളുടെ ഒരു ഗ്രോത്തിൽ നമുക്കൊരു കുറച്ച് അസഹിഷ്ണുത ഉണ്ടെന്ന് ഒന്ന് വിചാരിക്കാം. അപ്പോൾ അതിനൊന്ന് പോസിറ്റീവായി കാണാം. എന്ന് വെച്ചാൽ നമ്മൾ വേറെ ആൾക്കാരുടെ ഗ്രോത്ത് കണ്ടിട്ട് അയാൾ നാശാവണം എന്നല്ല, നമുക്കെന്താ വിഷമം, നമ്മളൊന്നും അവിടെ എത്തുന്നില്ല എന്നുള്ളൊരു വിഷമമാണ്. അപ്പോൾ അതിനെ നമുക്ക് അസൂയ മോശമാണ് അങ്ങനെ വിചാരിക്കണ്ട. നമ്മൾ അവിടെ എത്താത്തതിൽ നമുക്ക് വിഷമമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അവർ അങ്ങനെയൊക്കെ എത്തുന്നത്, എങ്ങനെയാണ് എനിക്ക് എൻ്റെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക, ആ രീതിയിൽ ആ തോട്ട്സിനെ ഒന്ന് മാറ്റുക. മനസ്സിലായോ? അതായത് നമ്മളിങ്ങനെ കുറേ ഡെപ്രിക്കേറ്റിംഗ് തോട്ട്സ് കൊണ്ടുവരേണ്ട കാര്യമില്ല. അത്രയൊന്നും നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യണ്ട. ഇതൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി നേരത്തെ പറയാറുണ്ട്, നമ്മുടെ ചാനലിൽ എല്ലാവർക്കും ഒരു ഹാപ്പി പ്രോഗ്രസീവ് ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണേ. അപ്പോൾ നമ്മളങ്ങനെ ഇത്രയും ക്രിട്ടിസൈസ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ. പിന്നെ ചില ആൾക്കാരുണ്ട്, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഈ റിഫ്ലക്റ്റ് ചെയ്യുക. എന്തുകൊണ്ട് അതൊക്കെ നാശമായി, എന്തുകൊണ്ട് ഇതൊക്കെ ബുദ്ധിമുട്ടിലായി, എന്തുകൊണ്ട് ഞാൻ ഈ ഒരു സ്റ്റേജിലെത്തിയെന്ന് അപ്പോൾ മാത്രമേ അവർ റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. അങ്ങനെ പാടില്ല. നല്ല സമയത്തും ചീത്ത സമയത്തും എല്ലാ സമയത്തും നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യണം. എന്നാലും നമുക്ക് വാട്ട് വർക്ക്സ്, വാട്ട് ഡസൻ വർക്ക് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. പിന്നെ ചില ആൾക്കാർക്ക് എന്തിലൊക്കെ റിഫ്ലക്റ്റ് ചെയ്യണമെന്ന് അറിയില്ല, എന്തൊക്കെ കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കണം. അത് നമുക്ക് ആക്ച്വലി വേറെ ആൾക്ക് പറഞ്ഞുതരാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് തന്നെ അറിയുള്ളൂ എവിടെയൊക്കെ ഞാൻ ഇമ്പ്രൂവ് ചെയ്യണം, എവിടെയൊക്കെ ഞാൻ ചെയ്യുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ടായി. അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ ജേർണലിങ് മെല്ലെ തുടങ്ങിയാൽ തന്നെ നമ്മൾ ആ ഒരു ലൂപ്പിലേക്ക് പെട്ടോളും. അടുത്ത അവസാനത്തെ കാര്യം, നമ്മുടെ ചുറ്റുമുള്ള എൻവയൺമെൻറ്റില്ലേ, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ, ബാക്കി കാര്യങ്ങൾ, അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ആ ഒരു സർക്കിൾ ഉണ്ടാക്കുക. നമ്മൾ ഒരു കോട്ട് കേട്ടിട്ടില്ലേ, യു ബിക്കം വാട്ട് സറൗണ്ട്സ് യു. നമ്മുടെ ചുറ്റുമുള്ളത് ആയി മാറും നമ്മൾ. അപ്പോൾ എങ്ങനത്തെ സറൗണ്ടിങ്സിലാണ് നമ്മളുള്ളത് എന്ന് വെച്ചാൽ മരുഭൂമിയിലോ കാട്ടിലോ ആണോ, അങ്ങനെയല്ല. ആൾക്കാർ, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ എങ്ങനത്തെയാണോ അവരുടെ ഒരു ആവറേജ് ആയിട്ട് നമ്മൾ മാറും. അപ്പോൾ നമ്മൾ നെഗറ്റീവായിട്ട് പറയണ അങ്ങനെയൊക്കെ ആൾക്കാരുണ്ട്, പല വീടുകളിലും പലരും ഉണ്ട്. അങ്ങനെ അവർക്ക് അറിയില്ല സംസാരിക്കാനോ അല്ലെങ്കിൽ പറയുന്നത് വേറെ ആൾക്കാരെക്കുറിച്ച് എങ്ങനെ ഇത് കൺവേ ചെയ്യണം, അതൊന്നും അറിയില്ല. ഭയങ്കര നെഗറ്റിവിറ്റി അങ്ങോട്ട് വരും. അപ്പം ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയാം, ഇതിങ്ങനെ പറയുമ്പോൾ ശരിക്കും കുറ്റം പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് നെഗറ്റിവിറ്റി അല്ല. നമ്മുടെ കാര്യങ്ങൾ നമ്മളോട് പറയുന്നത് നല്ലൊരു കാര്യം, നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. പക്ഷേ ഏതു നേരം നമ്മളെ മോശമായി മാത്രം കണ്ട് നമ്മൾക്കൊരു വില തരാതിരിക്കുന്ന ആൾക്കാരില്ലേ, അത് നെഗറ്റീവാണ്. അത് ഉറപ്പിച്ച് പറയാം. നമ്മൾ വില തരുന്നില്ലെങ്കിൽ, ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നമുക്ക് വില തരുന്നില്ലെങ്കിൽ അത് നെഗറ്റീവായിട്ടുള്ളൊരു ഇൻഫ്ലുവൻസ് ആണ്. കാരണം നമുക്ക് വളരെ ഹേർട്ട്ഫുൾ ആവും. പിന്നെ നമ്മളെ അങ്ങനെ കാണാൻ തുടങ്ങും. അങ്ങനത്തെയുള്ള ആൾക്കാരുടെ അടുത്തേക്ക് ഒരു പോയിമുഖം വെച്ച് ജീവിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ വിദേശത്തൊക്കെ ഉള്ള ഇൻഫ്ലുവൻസേഴ്സൊക്കെ പറയാം, അവരെയൊക്കെ കൊണ്ട് കട്ട് ചെയ്യുക നമ്മുടെ ലൈഫിൽ നിന്ന്. അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ആരാണെങ്കിലും കട്ട് ചെയ്യുക. അത് ചെയ്യാൻ പറ്റുന്ന കൾച്ചേഴ്സ് ഉണ്ടാവും. പക്ഷെ നമ്മുടെ കൾച്ചറിലൊന്നും അങ്ങനെ അധികം ഡിഫിക്കൽട്ടാണ്. അപ്പോൾ നമ്മൾ അത് പറ്റുമെങ്കിൽ ചെയ്യുക. എന്ന് വെച്ചാൽ അത്രയും നെഗറ്റീവായ ആൾക്കാരെ കൂടെ ആരാണെങ്കിലും കഴിഞ്ഞു പോടാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ ഇല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് നമ്മൾ അവർക്കൊരു സ്പേസ് കൊടുക്കാണ്ട്, നമ്മുടെ മൈൻഡിൽ അവർക്കൊരു സ്പേസ് കൊടുക്കാണ്ട് ജീവിക്കാനുള്ളത് നോക്കണം. നമ്മളെ കാക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അതറിയാലോ. അപ്പം നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ചുറ്റുമുള്ള ആൾക്കാർ, അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ചെവി കൊടുക്കാണ്ടിരിക്കുക. ചെവി കൊടുക്കാണ്ടിരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെവി ചിലപ്പോൾ അവരുടെ അടുത്ത് കൂടെ പോകും, പക്ഷേ ആ ചെവിക്ക് ഒന്ന് കയറാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിക്കണം കേട്ടോ, അത് വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് ഇത് മേക്ക് ഓർ ബ്രേക്ക് സിറ്റുവേഷൻ ആക്കാം. കാരണം നമ്മളോടത്ത് നമ്മളെക്കുറിച്ച് മോശം പറയുന്ന ആൾക്കാരും നെഗറ്റീവ് ആൾക്കാരല്ല. ചിലർ ഫീഡ്ബാക്ക് ആയിട്ടായിരിക്കും പറയുന്നത്, അവർക്ക് ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യാൻ അറിയുണ്ടാവില്ല. അങ്ങനത്തെയുള്ള ആൾക്കാർ അങ്ങനെയാണോ എന്നുള്ളത് നമ്മൾ നോക്കി മനസ്സിലാക്കണം. ഫീഡ്ബാക്ക് കിട്ടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നമ്മൾ ഒരിക്കലും കളയരുത്. പലപ്പോഴും നമുക്ക് നമ്മളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഭയങ്കര പാടായിരിക്കും. ചിലവർക്ക് ഇവഞ്ച്വലി ബിൽഡപ്പ് ചെയ്യാൻ പറ്റും, പക്ഷേ വേറെ ആൾക്കാർ പറഞ്ഞിരുന്നതിനെ എടുക്കാതിരിക്കാൻ ഭയങ്കര ഒരു ഈഗോ പ്രോബ്ലം കാണും. അപ്പം അങ്ങനെ വേറെ ആൾക്കാർ പറയുന്നത് കൊണ്ട് അവർ നെഗറ്റീവ് ആവണില്ല. അവർ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞ് അവർ ആഗ്രഹിക്കുന്ന നമ്മുടെ നന്മയാണോ, അവർ നമ്മുടെ മൂഡ് ലിഫ്റ്റ് ചെയ്യുന്നുണ്ടോ, നമ്മുടെ ആസ് എൻ ഇൻഡിവിജ്വൽ നമ്മളെ നന്നാക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ടോ, എങ്കിലും അവരൊരു പോസിറ്റീവാണ്. പറയുന്ന കാര്യം നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് പീപ്പിൾ ആവണമെന്നില്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പക്ഷേ ചില ഡ്രെയിനിങ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ലോകത്തുള്ള ദുരന്തങ്ങൾ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. ശരിക്കും ഉണ്ട് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ. ഞാനിപ്പോൾ പുറത്ത് വന്ന് ഇങ്ങനെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ആൾക്കാരായിട്ടുള്ള സമ്പർക്കം കുറവാണ്. എന്നുവെച്ചാൽ നാട്ടിൽ മുഴുവൻ നെഗറ്റീവ് എന്നല്ല പറയണത്. ഞാൻ ഇപ്പോൾ ജനറലി ഞാൻ അങ്ങനെ ഭയങ്കര സോഷ്യലായിട്ട് ഒരാളാണെന്ന് പറയാൻ പറ്റില്ല. കുറച്ചൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, അതിൽ ഞാൻ ഹാപ്പി, അങ്ങനെ പോകുന്ന ഒരാളാണ് ഞാൻ. അത് അങ്ങനെ ആവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രമല്ല, മൊത്തത്തിൽ നമ്മൾ വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, എൻ്റെ പ്രൊഫഷൻ, അതൊക്കെ കൊണ്ട് അങ്ങനെയാണ്.
അന്ന് വെച്ചിട്ട് ആൾക്കാരായിട്ട് ബന്ധമില്ലാത്ത ആളൊന്നുമല്ല കേട്ടോ ഞാൻ. എന്ന് വെച്ചാൽ ചെറിയ ചെറിയ കുറച്ചൊരു വളരെ വാല്യുബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ് ഞാനിപ്പോൾ. പക്ഷേ അങ്ങനെ അല്ലാത്ത ഇപ്പോൾ നാട്ടിലൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ കുറേ ആൾക്കാരുണ്ടാവും, നമുക്ക് ഓടാൻ പറ്റില്ലല്ലോ ഒരിടത്ത് നിന്ന്. അതിൽ കുറേ ഡ്രെയിനിങ് പീപ്പിൾ ഉണ്ടാവും, കുറേ നല്ല സന്തോഷം തരുന്ന ആൾക്കാരുണ്ട്, അതിൻ്റെ ഒപ്പം ഡ്രെയിനിങ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും, എല്ലാതരം ആൾക്കാരും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ചൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ വൈസായിട്ട് ചെവി കൊടുക്കുക. ഓക്കെ, നമ്മളെ ചാലഞ്ച് ചെയ്യണേ, പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ, നമ്മുടെ ഗ്രോത്ത് എൻകറേജ് ചെയ്യുന്ന ആൾക്കാരെ വെച്ചിട്ട് നമ്മൾ സറൗണ്ട് ചെയ്താൽ നമ്മൾ ഭയങ്കര പോസിറ്റീവായിട്ടും നമ്മൾ ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും. ഇതുപോലെ തന്നെയാണ് സോഷ്യൽ ലൈഫ് ഡിജിറ്റൽ മേഖലയിലും കേട്ടോ. ഇപ്പോൾ നമ്മൾ ആരൊക്കെ ഫോളോ ചെയ്യുന്നത്, അവരെന്തൊക്കെ തരം കാര്യങ്ങളാണ് പറയണേ, അത് കണ്ടിട്ട് നമുക്ക് ഉള്ളിലെങ്ങനെ. ഇപ്പോൾ ഈ ചില ആൾക്കാരുണ്ട് വെറും കച്ചറ മാത്രം സോഷ്യൽ മീഡിയയിൽ, അങ്ങനെ ഉണ്ടല്ലോ. ഈ നെഗറ്റിവിറ്റിക്ക് ഭയങ്കര ഒരു മാർക്കറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ആൾക്കാരെ അൺഫോളോ ചെയ്യുക, ഡോണ്ട് റെക്കമെൻഡ് എന്ന് കൊടുക്കുക. എന്തിനാണിത്? വേണ്ട. നല്ല ക്ലീൻ ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള സ്പേസ് നമ്മുടെ ഡിജിറ്റൽ മീഡിയയിലാണെങ്കിലും സോഷ്യൽ ലൈഫിലാണെങ്കിലും നമ്മുടെ ഫിസിക്കൽ ലൈഫിലാണെങ്കിലും ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതുപോലെ വർക്ക് സ്പേസ്, നമ്മൾ ഇരിക്കുന്ന സ്ഥലം, കുറച്ച് ക്ലീൻലിനെസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഒരു ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള സ്പേസ് ഉണ്ടെങ്കിൽ എൻ്റെ മൈൻഡ് കുറച്ചുകൂടെ ക്ലാരിറ്റി വരും. അപ്പോൾ എനിക്കറിയില്ല എല്ലാവരും അങ്ങനെ ബിലീവ് ചെയ്യണോ, അല്ലെങ്കിൽ അത് സത്യമാണോന്നും എനിക്കറിയില്ല. എൻ്റെ ഒരു കേസിൽ അങ്ങനെയാണ്. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ചെയ്യുക ഒന്ന് ക്ലീൻ ചെയ്യില്ല, ഒന്ന് ക്ലീൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെച്ചാൽ എൻ്റെ പ്രശ്നങ്ങൾ പകുതി അവിടെ തന്നെ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും എനിക്ക്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കൊരു ട്രേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് യൂസ് ചെയ്യുക. കാരണം അപ്പോൾ വീടും വൃത്തിയായിരിക്കും, മനസ്സും നല്ല കുറച്ചൊരു പീസ്ഫുള്ളായിട്ടിരിക്കും. ഇതിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള ഇഷ്യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഭയങ്കര അറ്റാച്ച്മെൻറ്റ്, ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ചെയ്യുന്നത് പാടായിരിക്കും, എസ്പെഷ്യലി നമ്മുടെ കൾച്ചറിൽ. അപ്പോൾ അത് ബുദ്ധിപൂർവ്വം ഡീൽ ചെയ്യാൻ നമ്മൾ പഠിക്കുക. പിന്നെ ചില സമയത്ത് നമുക്ക് സോഷ്യൽ പ്രഷർ ഉണ്ടാവും. നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും, ഞാൻ അങ്ങനെ ചെയ്താൽ, അല്ലെങ്കിൽ ഞാനിങ്ങനെ ചെയ്തില്ലെങ്കിൽ, അവർ പറഞ്ഞ് ചെയ്തില്ലെങ്കിൽ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, എന്നെ ഒറ്റപ്പെടുത്തുമോ, അതൊരു പ്രോബ്ലമാണ്. അപ്പം അത് നോക്കുക. എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തുന്ന സംഭവമാണോ, നമ്മൾ ഒറ്റപ്പെട്ടു പോവുമോ, അതോ ഇന്നൊരാൾ നമ്മുടെ അധികം അടുത്ത് നിൽക്കില്ല എന്നുള്ളത് മാത്രമാണോ? അപ്പോൾ അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസുള്ള ഒരാൾ നമ്മുടെ അടുത്ത് ഇല്ലെങ്കിൽ നമുക്ക് പ്രോബ്ലം ഉണ്ടാവുമോ? അപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ച് കുറച്ച് ചിന്തിക്കണം. പിന്നെ ഡിജിറ്റൽ സ്പേസിലാണെങ്കിൽ എപ്പോഴും നോട്ടിഫിക്കേഷനും ഡിസ്ട്രാക്ഷനും നമ്മൾ ഒരു ടൈമർ വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആപ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇത്ര സമയമെന്ന്. അപ്പോൾ അത് നമ്മൾ ഈ മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറഞ്ഞില്ല എപ്പോഴും ഇത് നടക്കുന്നില്ല, ചില സമയത്ത് വിട്ടുപോകും നമ്മുടെ ഒരു സാഹചര്യം, മെൻ്റൽ ഇതൊക്കെ കാരണം. പക്ഷെ അത് തിരിച്ച് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 5 കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞത്. നമുക്ക് എപ്പോഴും ഇതൊക്കെ ഈ ഒരു മേഖലയിലൊക്കെ കാര്യങ്ങൾ എങ്ങനെ പോകൂ എന്നുള്ളൊരു ചെക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരണം. ഇല്ലെങ്കിൽ നമ്മൾ ഇതിനൊക്കെ ആ സാഹചര്യങ്ങൾക്ക് നമ്മൾ അടിമപ്പെട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ ആ വഴിക്കങ്ങ് ഒലിച്ചു പോകും. പിന്നെ അവസാനം 2027 ഞാൻ വീണ്ടും അടുത്ത വീഡിയോ ഇടുമ്പോഴാണ് അയ്യോ ശരിയാണല്ലോ, കഴിഞ്ഞ വർഷം ഞാൻ കേട്ടതായിരുന്നല്ലോ എന്നാലോചിക്കാം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അല്ല, എൻ്റെ കാര്യമാണ്. എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ലൈഫ് എപ്പോഴും പോകണമെന്നില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ചെക്സ്, ഈ 5 കാര്യങ്ങളിലെ കോൺസ്റ്റൻറ്റ് ചെക്സ് നമ്മളെ എപ്പോഴും തിരിച്ച് നമുക്ക് എന്താ വേണ്ടത് അതിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ സഹായിക്കും. മിക്ക ആൾക്കാർക്കും അറിയാം എന്താ ചെയ്യേണ്ടത്, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ ഡിഫിക്കൽട്ടി എവിടെയാണ്? അത് കൺസിസ്റ്റൻ്റായി ചെയ്യുക, എല്ലാ ദിവസവും ചെയ്യുക. അത് പെർഫെക്ഷനോടുകൂടി ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡ്. അൺകംഫർട്ടബിൾ ആണെങ്കിലും ചെയ്യേണ്ടതാണെങ്കിൽ ചെയ്യുക, മോട്ടിവേഷൻ ഇല്ലെങ്കിലും ചെയ്യേണ്ടതാണെങ്കിൽ ചെയ്യുക, ആ ഡിസിപ്ലിനോട് കൂടി ചെയ്യുക. അപ്പം ഈ 5 കാര്യങ്ങൾ നമ്മുടെ ലൈഫിനെ വീണ്ടും റിയലൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കണം. അപ്പോൾ 2026 മാർച്ചിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിനു മുമ്പ് നമ്മുടെ കാര്യങ്ങളും ഗോൾസും നമ്മുടെ വിഷനൊക്കെ വീണ്ടും ഒന്നുകൂടെ അലൈൻ ചെയ്ത് റെഡിയാക്കി മുന്നോട്ട് പോവുക കേട്ടോ. എല്ലാവരും ജേർണലിംഗ് ഒക്കെ നന്നായി ചെയ്യേണ്ടതെന്ന് വിചാരിക്കണു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു, അറിയിക്കണേ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം വീണ്ടും കാണാതെ വരേക്കും. ബൈ.